വിനോദ് സാർ, കഴിഞ്ഞ കുറച്ച് നാളുകളായി യുകെയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല. ഏറ്റവും ഒടുവിലെത്തുന്നത് നഴ്സസ് കെയർ വിസ കൂടി അവർ റദ്ദാക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒട്ടനവധി പേർ ഹോം നഴ്സുകളായിട്ടൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ നഴ്സസ് കെയർ വിസ യുകെ റദ്ദാക്കുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ളവരെ അത് ബാധിക്കാൻ പോകുന്നത്? നീതു, ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം, അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാകുക. എന്തായാലും ഒരു പ്രധാന അറിയിപ്പ് വന്നിരിക്കുന്നത് 2025 മെയ് മാസത്തോടെ യുകെയിൽ വിദേശ കെയർ ഗിവർ റിക്രൂട്ട്മെന്റ് അവസാനിപ്പിക്കും എന്നാണ് അവർ പറയുന്നത്. എന്താണ് ഈ കെയർ ഗിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് പ്രായമായ ധാരാളം ആളുകളുണ്ട്. അപ്പൊ അവരുടെ വീടുകളിലും ഈ ഓൾഡ് ഏജ് ഹോമുകളിലും ഇവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പൊ പാരലൈസ്ഡ് ആയിട്ടുള്ളവര്, വലിയ അസുഖങ്ങളുള്ളവര്, ആരുടെയെങ്കിലും സഹായം ആവശ്യമുള്ളവര്, അതായത് വേറൊരാളുടെ പരിചരണം, മെഡിക്കൽ പരിചരണം ആവശ്യമുള്ളവർക്ക് കൂടെ നിൽക്കാൻ ആണ് ഇവരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഇതൊരു +2 പാസ്സാകണം. +2 പാസ്സായി കഴിഞ്ഞിട്ട് ഇതിനുള്ള ബേസിക് നമ്മുടെ ഇവിടുത്തെ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ റോളാണ്. നമ്മുടെ ഇവിടെ ആശുപത്രികളിൽ നഴ്സുമാരല്ല, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ. നഴ്സുമാർ 2 തരം കോഴ്സുകളാണ് പാസ്സാകുക. ഒന്നൊരു നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ഡിപ്ലോമ കോഴ്സ്, പണ്ട് വ്യാപകമായി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അല്ലാതെ BSc നഴ്സിംഗ്. ഇവരെ അല്ല ഇതിന് നിയോഗിക്കുന്നത്, അവർ നഴ്സുമാരാണ്. പക്ഷേ ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് കാറ്റഗറിയിലുള്ളവർക്ക് ഒരു പ്രത്യേക ഒരു ചെറിയൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇംഗ്ലീഷ് അറിയണം. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഈ കെയർ ഗിവറായിട്ട് ഇവരെ പരിചരിക്കാൻ നിൽക്കാമായിരുന്നു. പക്ഷെ പലപ്പോഴും എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് പലപ്പോഴും വീട്ടുജോലികൾ ഉൾപ്പെടെ ചെയ്യാൻ നിർബന്ധിക്കാറുണ്ട്, ഭക്ഷണം കുക്ക് ചെയ്യാൻ, പാചകം ചെയ്യാൻ നിർബന്ധിക്കാറുണ്ട്. ഒരു പ്രോപ്പറായിട്ട് ഒരു സംവിധാനങ്ങളൊന്നും ഇല്ല. താമസം പോലും, കൂടെ താമസിക്കുകയാണെന്ന് പറഞ്ഞാലും വളരെ മോശമാണ് സാഹചര്യം എന്നാണ് ഈവൻ UK പോലും. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുമായിരുന്നു. ഏകദേശം 2 ലക്ഷം രൂപ വരെ കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മെയ് 25 ഇത് അങ്ങോട്ട് അവരെ അവസാനിപ്പിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ഇപ്പൊ യുകെയിൽ ഇതിനു വേണ്ടി വിസയിൽ ധാരാളം പേര് വന്നിട്ടുണ്ടത്രേ. അപ്പൊ യുകെയിലുള്ളവർക്ക് അവസരം കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ ന്യായം. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷത്തിനകത്ത് ഏകദേശം 60,000 പുതിയ റിക്രൂട്ട്മെന്റുകൾ ഈ കെയർ ഗിവേഴ്സ് ആയിട്ട് നടന്നിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി മനസ്സിലായി. 10,000-20,000 പേരാണ് ഓരോ വർഷവും യുകെയിലോട്ട് പോകുന്നത്. ഇതിനകത്ത് അധികവും മലയാളികളാണ് എന്നുള്ളതാണ് വലിയ ഒരു പ്രത്യേകത. എന്താണ് അവർ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം കാരണം? ഒന്ന്, ഇത്തരം ഓരോ കാരണങ്ങൾ പറഞ്ഞ് യുകെയിലോട്ട് കുടിയേറുന്നവരുടെ എണ്ണം വല്ലാണ്ട് കൂടുന്നു. അവരുടെ ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ വിദേശത്തു നിന്നുള്ളവരാണ് എന്നുള്ളൊരു പ്രശ്നം. ഈ പോകുന്നവരെല്ലാം അവരുടെ ആശ്രിതരെ കൂടെ, മക്കളെയും ഭർത്താവിനെയും, ഇത് കൂടുതലും സ്ത്രീകളാണ് ഈ ജോലിക്ക് പോകുന്നത്. എന്നാലും മക്കളും ഭർത്താവ്, അവസാനം അമ്മ, അച്ഛൻ എല്ലാം കൂടെ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നു എന്നാണ് UK പറയുന്നത്. മാത്രമല്ല, ഈ കെയർ വിസയുടെ ഒരു വലിയ ദുരുപയോഗം നടക്കുന്നു. നമ്മുടെ ഇവിടുന്ന് ധാരാളം നഴ്സുമാർ, BSc നഴ്സിംഗ്, പിന്നെ ഡിപ്ലോമ നഴ്സിംഗ് ഉള്ളവർ ഈ ഒരു വിസയിൽ ആദ്യം അവിടെ കയറി പറ്റുകയും അവിടെ നിന്ന് പരീക്ഷ എഴുതി പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് പേര് അതേ ജോലി തന്നെ തുടരും. മറ്റവര് അവിടെ നിന്ന് ജോലി കയറി അവർ അടുത്ത ശരിക്കുള്ള രജിസ്റ്റേർഡ് നഴ്സുമാരായിട്ട് മാറിപ്പോകും. അപ്പൊ ഇങ്ങനെ വരുമ്പം അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പൊ അത് കെയർ വിസയുടെ ദുരുപയോഗമാണ് എന്നുള്ളതാണ്. പിന്നെ ശരിക്കും പറഞ്ഞാല് ഇത് ഇവരുടെ കാര്യം വലിയ കഷ്ടമാണ്. ചെറിയ തോതിലുള്ള ഒരു അടിമപ്പണിയാണ് അവിടെ ചെയ്യുക. പ്രോപ്പറായിട്ട് പിന്നെ ഇത് കൊടുക്കത്തില്ല, ശമ്പളം പ്രോപ്പറായിട്ട് കൊടുക്കത്തില്ല. അങ്ങനെ ധാരാളം ആരോപണം. അവർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളില്ല. വളരെ മോശമായ അന്തരീക്ഷത്തിലാണ് അവരുടെ താമസം അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ഇതുവരെ ഓൾറെഡി കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അവിടുത്തെ ലോക്കൽ യൂണിയനുകൾ പറയുന്നത് ഈ ജോലികളൊക്കെ ഇനി UK-ക്കാർക്ക് വേണം. കാരണം എന്ന് പറഞ്ഞാൽ അവിടെയും വലിയ പ്രശ്നമാണ്, സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയുള്ള രാജ്യമാണ്. അപ്പൊ ഈ ജോലികളൊക്കെ ഇങ്ങനെ വിദേശികൾ കൊണ്ടുപോകുന്നത് വേണ്ട, ഇത് അത്ര വലിയ സ്കില്ല് വേണ്ട ഒരു ജോലിയല്ല, ഇത് ഉള്ളവർക്കും സുഖമായിട്ട് ചെയ്യാം. ഇപ്പൊ നഴ്സിംഗ് ജോലി അങ്ങനെ അവിടെ ആളിനെ എളുപ്പത്തിൽ കിട്ടത്തില്ല, പക്ഷെ ഈ ജോലി ചെയ്യാൻ ആളെ കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ ലോക്കൽ യൂണിയൻ. അവരുടെ പ്രാദേശികമായ തൊഴിൽ അവൈലബിലിറ്റി കൂട്ടണമെന്നുള്ളതാണ്.
ഇത് ഇപ്പോഴത്തെ പ്രശ്നമാണ്. ഇനി കൊടുക്കുന്നില്ല എന്നുള്ളത്. ഈ 2024 മാർച്ച് മുതൽ ഈ കെയർ വർക്കർമാർക്ക് ഈ പറയുന്ന ജോലിക്കാർക്ക് ആശ്രിതരെ കൊണ്ടുപോകാൻ പറ്റുക, ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റില്ല. അതൊരു വലിയ അടിയായിപ്പോയി. ഇന്ന് അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടുതലും വനിതകളാണെന്ന് പറഞ്ഞു, സ്ത്രീകളാണ് പോകുന്നത്. ഇവർക്ക് ഫാമിലി ഇല്ലാതെ തനിച്ച് അവിടെ ജീവിക്കേണ്ടി വരുന്നു. വിദേശ രാജ്യത്ത് മക്കളെ കാണാനും വയ്യ, ഭർത്താവിന്റെ അടുത്തും നിൽക്കാൻ വയ്യ. ഇങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു ഇവര്. അപ്പൊ ഏകദേശം 1 വർഷമായിട്ട് ആ പ്രശ്നമുണ്ട്. അതായത് ആശ്രിതരെ കൊണ്ടുപോകാൻ പറ്റൂല. ഇനി അടുത്ത ഏറ്റവും വലിയ ഒരു പ്രശ്നം, പുതിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസത്തിനുള്ള കാലയളവ്. ഈ സ്ഥിരതാമസം അവിടെ വേണമെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ, അവിടെ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തിരുന്നെങ്കിൽ അവർക്ക് അവിടെ സ്ഥിരതാമസത്തിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാമായിരുന്നു. ഇതിപ്പോ 5 എന്നുള്ള 10 വർഷമായി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ അവിടെ പോയിട്ടുള്ളവർക്ക് പോലും അവരുടെ ആശ്രിതരെ കൊണ്ടുപോകാൻ വകുപ്പില്ല. ഈ അവിടെ പെർമനന്റ് റെസിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആശ്രിതരെ കൊണ്ടുപോകാൻ പറ്റൂ. അതിന്റെ കാലാവധി 5 നിന്നുള്ളത് 10 വർഷമായി. ഇപ്പൊ 5 വർഷം എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിന്നിരുന്നെങ്കിലും ഇപ്പൊ അതും പോരാതെ 10 വർഷം അങ്ങനെ ഫാമിലിയൊക്കെ ഇല്ലാതെ പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ജീവിതത്തിന്റെ നല്ല സമയം മുഴുവൻ അങ്ങനെ അങ്ങ് പോവും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, വിസ കൂടുതൽ പ്രാവശ്യം പുതുക്കേണ്ടി വരും. ടോട്ടൽ ഒരു അൺസർട്ടനിറ്റി ആണ്. അവർക്ക് ഒരു വീട് മേടിക്കാനോ വസ്തു മേടിക്കാനോ പറ്റൂല. ദീർഘകാലം നമുക്ക് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സെക്യൂരിറ്റി, സാമ്പത്തികമായിക്കോട്ടെ, പിന്നെ സാമൂഹികമായിക്കോട്ടെ, കുടുംബപരമായ ഒരു സെക്യൂരിറ്റിക്ക് വലിയ ഒരു പ്രശ്നം നേരിടും. അപ്പൊ ഇതൊരു വലിയ പരാധീനതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അവർ ശമ്പള പരിധി കൂട്ടി. അതായത് മിനിമം ഹെൽത്ത് കെയർ വിസയുടെ കുറഞ്ഞ വാർഷിക വരുമാനം 25,000 പൗണ്ടാക്കി ഉയർത്തി. മറ്റ് വിദഗ്ധ ജോലികൾ ചെയ്യണമെങ്കിൽ 38,700 പൗണ്ടാക്കി. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ജോലി കൊടുക്കുന്ന പല കെയർ ഹോമുകൾക്ക് ഇത്രയും വലിയ എമൗണ്ട് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല. ഒന്നാമത് UK വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ വിസ കൊടുക്കുന്നതും വിസ പുതുക്കുന്നതും ഒക്കെ വലിയ പ്രശ്നം വരും. ഇനി ജോലി മാറാന്ന് വെച്ചാൽ വേറൊരു സ്കില്ല് ജോലിയാണെങ്കിൽ അതും കിട്ടാൻ വലിയ പാടാണ്. അപ്പൊ ഇതൊരു വലിയ പ്രായോഗികമായ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറയുണ്ടായി, ഈ പലപ്പോഴും നമ്മുടെ നഴ്സിംഗ് ഡിപ്ലോമക്കാരും BSc നഴ്സിംഗുകാർക്കും എളുപ്പത്തിൽ അങ്ങനെ രജിസ്ട്രേഷൻ കിട്ടൂല, നഴ്സ് രജിസ്ട്രേഷൻ കിട്ടൂല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കെയർ ഗീവറായിട്ട് പോകും. ഈ കെയർ ഗീവറായിട്ട് പോകാൻ തന്നെ 3 മുതൽ 7 ലക്ഷം രൂപ വരെ എടുത്താണ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. നഴ്സായി അവിടെ എത്തിയിട്ട് നഴ്സായി രജിസ്ട്രേഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ ഇങ്ങനെ കുറഞ്ഞ ശമ്പളത്തിലും കുടുങ്ങിക്കിടക്കുകയാണ് ആളുകൾ പെട്ടെന്ന്. അപ്പൊ അങ്ങനെ മാത്രമല്ല, ഈ നഴ്സിംഗ് ജോലി എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് അവിടെ ചെല്ലുന്ന പലരും അവസാനം കെയർ ഹോമുകളിലാണ് എത്തുന്നത്. അവരാരും നാട്ടിലത് പറയാറില്ലെങ്കിലും പലരുടെയും കാര്യം വലിയ കഷ്ടമാണ്. അവർ ഈ കെയർ ഹോമിൽ ഇങ്ങനത്തെ ജോലി ചെയ്യാനാണ് ഇവരെ വയസ്സായവന്മാരെയും അത് നഴ്സിംഗ് ജോലി എന്ന് പറയാൻ പറ്റൂല. അപ്പൊ നഴ്സിംഗ് അത് ചെയ്യാനാണ് അവരെ ബാധ്യസ്ഥരാകുന്നത്, നിർബന്ധിതരാകുന്നത് എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പൊ ഒരു വല്ലാത്ത ചൂഷണവും വഞ്ചനയും, വ്യാജ ജോലി. ഇത് നമ്മുടെ ഇവിടെ നിന്നുള്ള ഏജൻസികൾ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് അങ്ങ് ചെന്ന് കഴിയുമ്പോഴാണ് പലരും അറിയുന്നത്, ഇത് ശരിക്കുള്ള നഴ്സിന്റെ പണിയല്ല, കെയർ ഗീവറിന്റെ പണിയാണെന്ന്. അപ്പൊ വ്യാജമായ ജോലി, വ്യാജ വിസ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് കാശ് പറ്റിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു പ്രോപ്പറായിട്ട് ഒരു നഴ്സിന് കിട്ടുന്നതിന്റെ അടുത്ത് പോലും ശമ്പളം കിട്ടുന്നില്ല. അപ്പൊ ആ വേതനത്തിന്റെ പ്രശ്നമുണ്ട്, ഒറ്റപ്പെടലുണ്ട്, മാനസികമായ സമ്മർദ്ദമുണ്ട്. അപ്പൊ താമസ സൗകര്യങ്ങളുടെ അഭാവമുണ്ട്, ചികിത്സ, അവിടുത്തെ പ്രോപ്പറായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഈ അവിടുത്തെ സിറ്റിസൺ ആയാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ കാരണം ഇവരുടെ കാര്യം വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഈ കെയർ ഗിവിംഗ് വിസ പോലും നിർത്തിവെച്ചിരിക്കുകയാണ് UK. അപ്പൊ ലൈസൻസ് ഇല്ലാത്ത ഏജന്റുമാരെ ഒരിക്കലും വിശ്വസിക്കരുത്, അവരെ ഒഴിവാക്കണം. മാത്രമല്ല, ഈ അവരുടെ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ജോലി കൊടുക്കാനുള്ള അവർക്ക് കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ ജോലി വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വിസയുടെ കാലാവധി എത്രയുണ്ടെന്ന് ചോദിച്ചുറപ്പ് വരുത്തണം. ഈ നഴ്സ് വിസയും കെയർ വിസയും ടോട്ടൽ വ്യത്യാസമാണ് എന്ന് തിരിച്ചറിയണം. കെയർ വിസ കിട്ടിയത് കൊണ്ട് നഴ്സസിന്റെ രജിസ്ട്രേഷൻ ആകുന്നില്ല എന്നുള്ളത് തിരിച്ചറിയണം. അപ്പൊ ഇനി ഭാവിയിലും കൂടുതൽ വിസകൾ റദ്ദാക്കപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. കെയർ ഹോമുകളിൽ പരിശോധന നടക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിസ ഇല്ലാതെ ആണ് അവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെടാനും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ, ഡീപ്പോർട്ട് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വിസ നിരക്കുകൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ UK നിന്ന് ഇന്ത്യയിലോട്ട് മടങ്ങി വരുന്നവരുടെ എണ്ണം
കൂടാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഇപ്പൊ കേരള സർക്കാർ ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഒരു ഹെൽപ്പ് ലൈൻ പോർട്ടൽ അല്ലെങ്കിൽ ഒരു പോർട്ടലൊക്കെ, ഓൺലൈൻ പോർട്ടലൊക്കെ തുടങ്ങണം. അവിടെ ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് അങ്ങനെ ഒരു ജോലി അവിടെ ഉണ്ടോ, അതിനുള്ള പ്രോപ്പർ സംവിധാനമുണ്ടോ എന്ന് അറിയാൻ നമ്മുടെ ആളുകൾക്ക് അത് വലിയ സഹായമായിരിക്കും. മാത്രമല്ല, അവിടെ ദുരിതം നേരിടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനായി എംബസികളുമായിട്ട് ഒരു കോർഡിനേഷൻ നടത്തേണ്ടതാണ്. ഗവൺമെന്റ് ടു ഗവൺമെന്റ് പ്ലേസ്മെന്റ് ആക്കണം. അപ്പൊ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നില്ല. നമ്മുടെ നഴ്സുമാർക്ക് IELTS ഒക്കെ ട്രെയിനിങ് ഒക്കെ വേണമെങ്കിൽ ഒരു സബ്സിഡൈസ്ഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതും അവർക്ക് വലിയ സഹായം. പലർക്കും കാശില്ല, പഠിച്ചിറങ്ങിയ ഉടനെ അവരുടെ കയ്യിൽ കാശുണ്ടാവില്ല. അപ്പൊ അവർ ഗവൺമെന്റ് സബ്സിഡിയോ ഗവൺമെന്റ് ലോണോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, അതിന് കാശ് വേണം സർക്കാരിന്, അത് വേറൊരു പ്രശ്നമാണ്. എന്നാലും അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു വലിയ സഹായമായിരിക്കും. മാത്രമല്ല, അവര് അവിടെ ചെന്ന് കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുമുള്ള സംവിധാനമുണ്ട്. അപ്പൊ അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് UK വിട്ടിട്ട് ജർമ്മനി, അതിനകത്തൊരു പ്രശ്നമുണ്ട്. അവിടെ ജർമ്മൻ ഭാഷ കമ്പൽസറിയാണ്. ജർമ്മൻ ഭാഷ പഠിക്കണേ കുറച്ചും കൂടെ സുഖം ജർമ്മനിയാണെന്നാണ് പറയുന്നത്. കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഗൾഫ് ഈ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിരിക്കും ഇനി ഇപ്പൊ ബുദ്ധി. ഈവൻ ഈ കെയർ നഴ്സിംഗിന് പോലും, കെയർ ജോലികൾക്ക് പോലും. അപ്പൊ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആരെങ്കിലും നിങ്ങൾക്ക് വിസ, ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ട്രെയിനിങ് വേണ്ടാത്തതുകൊണ്ട് എളുപ്പം ആളെ പറ്റിക്കാൻ ചാൻസ് ഉള്ള, നല്ല ശമ്പളമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളെ പറ്റിച്ച് കാശ് മേടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ഇത്തരം ആളുകൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, പ്രത്യേകിച്ച് UK പോകാൻ വേണ്ടി കാശ് കൊടുക്കാൻ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് നീതു ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.